വെൽക്കം ഓൾ ടു മൈ ട്യൂട്ടർ ചാനൽ. ഈ ഒരു ചാനൽ മൈ ട്യൂട്ടർ ഇതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ, അതായത് എസ്പെഷ്യലി സെറ്റ് എക്സാം, കേരള സെറ്റ് എക്സാം, അങ്ങനെയുള്ള എക്സാം ടോപ്പിക്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ്. നമുക്കറിയാം, സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അതായത് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 +2 നമുക്ക് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്, സെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റ് എങ്ങനെ നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ നമുക്കറിയാം, സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു ജനറൽ പേപ്പർ ഉണ്ടാവും, പിന്നെ നമ്മളുടെ സബ്ജക്റ്റ് ഏതാണോ അപ്പോൾ ആ ഒരു പേപ്പർ ഉണ്ടാവും. അപ്പോൾ മെയിൻലി ജനറൽ പേപ്പർ, സൈക്കോളജി, അതുപോലെ കറണ്ട് അഫെയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിൻലി സൈക്കോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ, അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മെയിൻലി എൻ്റെ സബ്ജക്റ്റ് സുവോളജിയാണ്. അപ്പോൾ സുവോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസായിട്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളത് ക്വാളിഫൈ ആവുള്ളൂ. അതും നമുക്ക് ജനറൽ പേപ്പറിന് ഇത്ര മാർക്ക് വേണം, അതുപോലെ സബ്ജക്റ്റിന് ഇത്ര മാർക്ക് വേണം, പിന്നെ രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു ടോട്ടൽ ഇത്ര മാർക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ജനറൽ പേപ്പർ മാത്രം ക്വാളിഫൈ ആയിട്ട് കാര്യമില്ല, രണ്ടും ക്വാളിഫൈ ആവും വേണം, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് നമുക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സെറ്റ് എക്സാം ക്വാളിഫൈ ആവുള്ളൂ. അതും കാറ്റഗറി അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആണ്. ജനറൽ ആണെങ്കിൽ 40% ആണ് നമുക്ക് വേണ്ട പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു സബ്ജക്റ്റിന് നമുക്ക് 48, അതായത് ജനറൽ പേപ്പർ 48 മാർക്സ് ഉണ്ടെങ്കിൽ നമ്മളത് ക്വാളിഫൈ ആയി. അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് 48 ഓർ എബവ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആയി. രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ എത്ര വേണം? 116 മാർക്സ് ഉണ്ടെങ്കിലാണ്, അതായത് 48%, അതായത് 116 മാർക്സ് ഉണ്ടെങ്കിലാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർ ഈ ഒരു സെറ്റ് എക്സാം ക്വാളിഫൈ ആവുള്ളൂ. അതുപോലെ OBC അവരാണെങ്കിൽ 35%, അതായത് ഈച്ച് സബ്ജക്റ്റ് 42 മാർക്സ് വേണം. രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 45%, അതായത് 108 മാർക്സ് ഉണ്ടെങ്കിലാണ് ക്വാളിഫൈ ആവുള്ളൂ. അതുപോലെ SC/ST ആണെങ്കിൽ 35% വേണം, അതായത് ഓരോ സബ്ജക്റ്റിനും ഓർ എബവ്, അതുപോലെ അതായത് 42 മാർക്സ്. പിന്നെ നമ്മൾ ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പോൾ 40%, അതായത് 96 മാർക്സാണ് ക്വാളിഫൈ ആവാൻ വേണ്ടത്. അപ്പോൾ ഈ OBC കേസിലൊക്കെ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്യണം. അതൊരു പെർട്ടിക്കുലർ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് തരും. ആ ഡേറ്റ് വെച്ചിട്ടുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്കുകൾ വരുന്നത്. അപ്പോൾ നമുക്കറിയാം, സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആവണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു കാര്യമാണ് സെറ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളത്. സോ സെറ്റ് ക്വാളിഫൈ ആവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. സോ ഈ ഒരു ചാനലിലൂടെ നമ്മൾ മെയിനായിട്ട് അത്തരം, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഡിസ്കസ് ചെയ്ത്, അതായത് വിത്തിൻ 1 മന്ത് നമുക്ക് കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നുള്ളൂ. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസുകളായിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് വിത്തിൻ 1 മന്ത് നിങ്ങളൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, അതായത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസുകൾ കിട്ടും. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ നെക്സ്റ്റ് സെറ്റ് എക്സാം വരുന്നത് ജൂലൈ ആകുമ്പോഴാണ്. നമുക്കറിയാം, ഒരു ഇയറിൽ 2 എക്സാംസാണ് വരുന്നത്. 2025 ഫസ്റ്റ് എക്സാം കഴിഞ്ഞു, ജാനുവരിയിലുള്ളത് കഴിഞ്ഞു. ഫെബ്രുവരി 2 ആയിരുന്നു എക്സാം നടന്നിരുന്നത്. അപ്പോൾ അത് കിട്ടാത്തവരോ അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇനി ജൂലൈയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതായത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ നമുക്കൊരു ബേർഡൻ ആയിട്ട് തോന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോസിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് അതായത് ടോപ്പ് മാർക്സ് അക്വയർ ചെയ്യാൻ പറ്റും എന്നൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് മിസ്സാക്കാതെ കാണുക. നിങ്ങളുടെ ഡൗട്ട്സുകൾ ഒക്കെ കമൻസുകളായിട്ട് അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സുകൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് പറയുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക സൈക്കോളജിയൊക്കെ ആയിരിക്കും. അത് ഞാൻ പ്രിപ്പയർ ചെയ്ത, അതായത് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും, അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും അഡ്മിഷൻ എടുക്കാതെയാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് വെച്ചിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ധാരാളം റെഫർ ചെയ്തിട്ട് പല അധ്യാപകരിൽ നിന്നുള്ള ക്ലാസ്സുകൾ കേട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു നോട്ടാണ്. അപ്പോൾ പല സോഴ്സുകളിൽ നിന്ന് എടുത്തിട്ടുള്ള നോട്ടായതുകൊണ്ട് ലോട്ട്സ് ഓഫ് ഇൻഫോർമേഷൻസ് ഉണ്ട് അതിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ എല്ലാവരും ക്ലാസ് കാണുക. എല്ലാവർക്കും സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരും വീഡിയോസൊക്കെ മിസ്സാക്കാതെ ക്ലാസ് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.